സാധാരണ ഇത് ഫുൾ ഓൺ ഫുൾ പവറിൽ നിൽക്കുന്നയാ. ഇവിടെ അത്യാവശ്യം മീനുള്ള ഒരു പ്രതീക്ഷയല്ല വന്നത്, ഉണ്ടോ ഇല്ലയോന്ന്. വാട്സപ്പിലും ഗൈഡ്സ്, ഇറ്റ്സ് മീ ജസീൽ. വെൽക്കം ബാക്ക് മൈ ന്യൂ വീഡിയോ. ഗൈസ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഫിഷിങ്ങിന്റെ വീഡിയോയാണ്. ഇപ്പം കുറച്ച് ദിവസമായിട്ട് എനിക്ക് ഫിഷിങ്ങിന്റെ ഒരു പ്രാന്ത് തുടങ്ങിയിട്ടുണ്ട്. എന്നുവെച്ചാൽ വൈകുന്നേരം ഇതേ സമയമാകുമ്പോൾ ചുമ്മാ റോഡ് റീലെടുത്തോണ്ട് ഇറങ്ങും. ദിവസങ്ങളൊന്നും കിട്ടാറില്ല, ചുമ്മാ ഒരു ഹോബിക്ക് വേണ്ടിയിട്ട്. ഇപ്പം കുറേ ദിവസങ്ങളായിട്ടുള്ള ഒരു പ്രാന്തായത്. ഞാൻ മാത്രമല്ല ഇന്ന് വന്നിട്ടുള്ള എൻ്റെ ഒരു ഫ്രണ്ടും ഉണ്ട്. വേണ്ട ഗൈസ്, ഇതാണ് ഞാൻ പറഞ്ഞ എൻ്റെ ഫ്രണ്ട്. ഇവനാണ് മെയിൻ മീൻപിടുത്തക്കാരൻ. നിങ്ങൾ ചിലപ്പോൾ ഇവനെ കണ്ടിട്ടുണ്ടായിരിക്കാം. നമ്മുടെ അഴീക്കൽ വീഡിയോ ഇല്ലയോ, കടൽ മച്ചാനുമായിട്ടൊക്കെ ഇന്നൊരു വീഡിയോ എടുത്തേ, അതിനകത്ത് ഇവനെ ഉണ്ടായിരുന്നു. മോന്ന് കാണിച്ചേ, എന്തോ ചൂടാൻ. ഇവനാണ് ആസ്ഥാന മീൻപിടുത്തക്കാരൻ ഇവിടുത്തെ. ഗൈസ്, ഇനി നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കാസ്റ്റ് ചെയ്ത് നോക്കാം. ഗൈസ്, മീൻ കിട്ടുമെന്നൊന്നും അറിയത്തില്ല, നമുക്ക് ജസ്റ്റ് എന്തായാലും ഒന്ന് നോക്കാം. ഇപ്പൊ ഒരു മീൻ അടിക്കണം, സെറ്റ് ആയിരിക്കും. നമ്മളത് ആ സ്പോട്ടെല്ലാം മാറ്റി വേറൊരു സ്പോട്ടിലോട്ട് പോവാ. അവിടെ എന്നിട്ട് മീനും ഒന്നും കിട്ടുന്നില്ല. കുറേ നേരമായിട്ട് എറിയാൻ തുടങ്ങിയതാ. ഇവിടെ ഒരു അപ്പുറം ഇപ്പുറം ഫുള്ള് കണ്ടവാ, കണ്ടില്ലേ? ഒരു സൈഡിൽ കൂടെ വെള്ളം ഒഴുകുന്ന ഒരിത്. എൻ്റെ ഒരു പ്രതീക്ഷ ഇവിടെ എറിഞ്ഞതിന് എന്തെങ്കിലും കിട്ടുമെന്നാ. നമുക്ക് നോക്കാം. അങ്ങനെ നമ്മൾ ഈ പുഞ്ചയിൽ നിൽക്കുക. പുഞ്ച പാടം അങ്ങനെ എല്ലാം കൂടെ ചേർന്നിട്ടുള്ള ഒരു സംഭവം ഇത്. നമ്മളിതേ ചുമ്മാ കാസ്റ്റ് ചെയ്യാനായിട്ട് ഇറങ്ങിയ, മീൻ പിടിക്കാനായിട്ട് ഇറങ്ങിയതാ. ഇപ്പം കുറച്ച് നാളായിട്ടുള്ള ഒരു പ്രാന്തായത് മീൻ പിടുത്തം. വേണ്ട, ഇവിടെ അത്യാവശ്യം നല്ല വ്യൂ കേട്ടോ ഇവിടെ എല്ലാം. ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടില്ലേ, അത്യാവശ്യം നൈസ് വ്യൂ ആ. ഇവിടെ വലിയൊരു കുളമുണ്ട്. അപ്പുറത്ത് ആ അറ്റത്ത് കണ്ടോ, അറ്റത്താണെങ്കിൽ 2 മരങ്ങളിങ്ങനെ നിൽക്കുന്നുണ്ട്, നല്ല രസമുണ്ട്. ഇവിടെ ആണെങ്കിൽ നല്ല തണല കേട്ടോ, നല്ലൊരു ഉച്ച സമയത്തൊക്കെ ഒരു നല്ല തണല ഈ ഭാഗത്ത്. അപ്പുറത്താണെങ്കിൽ അങ്ങോട്ട് പോകുന്നിടത്താണെങ്കിൽ ഒരു ഇതൊക്കെ ഉണ്ട്, ഒരു കലങ്ങ് പോലൊക്കെ ഇരിക്കാൻ പറ്റുന്ന. അവിടെ ഒരു ചേട്ടൻ ഇരുന്ന് ചൂണ്ടയിടുന്നുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല. അവിടെ ഇന്ന് ആൾക്കാരിന്ന് ചൂണ്ടയിടുന്നുണ്ട്. ഇങ്ങോട്ട് വരുന്നിടത്ത് 2 കുതിരയൊക്കെ ഇപ്പോൾ ഉണ്ട്. ഇത് കഴുതയാന്ന് തോന്നുന്നു, മറ്റേത് കുതിരയാ. ഈ കുതിര ഇച്ചിരി സീനാട്ടോ. ഞങ്ങളിവിടെ വരുമ്പോൾ ഞങ്ങളെ ഓടിക്കാനൊക്കെ നോക്കുന്നു ഈ കുതിര. അറിയത്തില്ല, അങ്ങോട്ട് പോവാം, ഈ സൈഡിൽ കൂടെ പോവാം. ഓ ഗായ്സ്, കുതിര കടന്ന് സീനില്ല, നമുക്ക് ഈ സൈഡിൽ കൂടെ തന്നെ പോവാം.
സാധാരണ ഇത് ഫുൾ ഓൺ ഫുൾ പവറിൽ നിൽക്കുന്നയാ. ഇത് എപ്പോഴും ഇട്ട് ഓടിക്കുന്നയാ നമ്മളെ ഈ കുതിര. ഇപ്പൊ എന്തോ കടക്കുവാ. വന്നിടം തൊട്ട് ഈ കുതിര ഇങ്ങനെ കിടക്കുമായിരുന്നു. കഴിച്ച് കുറെ നേരമായി വന്നിട്ട്, പക്ഷെ മീനൊന്നും കിട്ടുന്നില്ല. ഇതേ ഇവിടെ ഒരുത്തനാണെങ്കിൽ നല്ല കുറെ നേരമായിട്ട് കിടന്ന് കാസ്റ്റ് ചെയ്തോണ്ടിരിക്കുക, ഒന്നും കിട്ടുന്നില്ല. എന്തുവാടാ ശോകമാണോ ഗൈസ്? ഇന്നത്തെ ശോകാവസ്ഥയാന്ന് തോന്നുന്നു കേട്ടോ. വെള്ളം കലങ്ങി കിടക്കും, അതാണ് മെയിൻ വിഷയം. വേണ്ട ഗൈസ്, ഇവിടെ ആണെങ്കിൽ അങ്ങനെ മീനൊന്നും ഇല്ലെന്ന് തോന്നുന്നു. ഞങ്ങൾ ഈ കുളത്തിൽ നിന്നാണെങ്കിൽ നേരെ തിരിച്ച് അങ്ങോട്ട് നടക്കുക. വേണ്ട ഈ അറ്റത്തോട്ട്. ഇവിടെ ആകുമ്പോൾ ഇത് കണ്ടില്ലേ, ഓ അങ്ങേ അറ്റം കാണുന്നത്. ഇവിടെ അത്യാവശ്യം മീനുള്ള ഒരു പ്രതീക്ഷയിലാ പോകുന്നത്. എന്താണെന്ന് അറിയത്തില്ല, നമുക്ക് പോയി നോക്കാം. വേണ്ട ഗൈസ്, ഇവിടെ നിന്നാണെങ്കിൽ കുറച്ച് വെള്ളമൊക്കെ ഒഴുകുന്നുണ്ട്. ദേ ഇവിടെ കാണാൻ മറ്റേ ചെറിയ മീൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ വെള്ളം ഒഴുകി നേരെ പോകുന്നത് അങ്ങോട്ടാ. നിങ്ങളെല്ലാവരും ഈ വീഡിയോ ഇപ്പം കണ്ടോണ്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ പിടിക്കുന്ന ഒരു ഇത് കാണാൻ വേണ്ടിയിട്ടാ, പക്ഷെ ഭാഗ്യമില്ല. ഇതുവരെ മീനൊന്നും അടിച്ചിട്ടില്ല. എന്തൊരു ശോകമെന്ന് പറ. ശോകം ഗായ്സ്. ഇവിടെ അത്യാവശ്യം നല്ല വ്യൂവാ. ഇതൊക്കെ നിങ്ങൾക്ക് എൻജോയ് ചെയ്യുന്നുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇതേ വേണ്ട ഗൈസ്, അവിടെ പണ്ടത്തെ മറ്റേ എല്ലാ ഒരു സംഭവം ഇല്ല, ഇങ്ങനെ വെള്ളം കറക്കി അപ്പുറത്ത് വിടുന്നത്. എന്താ അതിന് പറയുന്ന പേര്? ചക്രോ അങ്ങനെ എന്തോ ഒരിതാ. ഇവൻ അവിടെ നിന്ന് കാസ്റ്റ് ചെയ്യുന്നുണ്ട്. ദേ നമ്മുടെ കുതിര അവിടെ ഇപ്പോൾ ഉണ്ട്, ഒരു കുതിര അവിടെ കിടക്കുന്നു. വേണ്ട ഗൈസ്, ഇറങ്ങിയിട്ടുണ്ട്. ഓ ഇത് മാറ്റി കേട്ടോ, മാറ്റിയിട്ട് ഇറങ്ങി. എടാ അടി പോന്ന ലൂറെടുത്ത് എറിയടാ. വേണ്ട ഗൈസ്, അവിടെ മറ്റേ കലങ്ങ പോലത്തെ പാടം സന്ധിങ്ങ. എടാ ആ സംഭവത്തിന് പറയുന്നത് എന്തുവാടാ? ഈ വെള്ളം ഇങ്ങനെ ഒഴുക്കി വിടത്തില്ലേ? കലക്കല്ല, മറ്റേ ഇങ്ങനെ പണ്ടൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ, ഇങ്ങനെ ചവിട്ടി ചവിട്ടി വെള്ളം അപ്പുറത്ത് വിടുന്നത്. ശിവനും അറിയത്തില്ല കേട്ടോ. എടാ മീൻ പിടിക്കാൻ പോകുന്ന നിനക്കതൊന്നും അറിയത്തില്ലേടാ? സീനാന്ന്. വേണ്ട ഗൈസ്, നമ്മളിതേ അങ്ങ് വെച്ച് പറഞ്ഞൊരു സ്ഥലമില്ലേ, ദേ അവിടെ വന്ന്. ഇവിടെ അത്യാവശ്യം മീനുള്ള ഒരു പ്രതീക്ഷയല്ല വന്നത്. ഉണ്ടോ ഇല്ലയോന്ന് അറിയത്തില്ല, നമുക്ക് നോക്കാം ഗൈസ്. നമ്മുടെ ഒരു അത്യാവശ്യം നല്ലതായിട്ട് മീൻ പിടിക്കാൻ ഇന്ന് നമുക്ക് മീൻ കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മളെ ഞായറാഴ്ച വേറൊരു ഫിഷിങ് പ്ലാൻ ചെയ്യുന്നുണ്ട്. അതെന്ന് വെച്ചാൽ അത്യാവശ്യം കിടിലൊരു ഫിഷിങ് ആയിരിക്കും. ഇപ്പോഴാണെങ്കിൽ ഗായ്സ് ദേ നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക. നമ്മൾ നേരത്തെ അവിടെ നിന്നപ്പം കണ്ടേ, അവിടെ കുറച്ച് ചേട്ടന്മാർ ഇന്നിട്ട് വല വീശുന്നുണ്ട്. അത് കാണാനായിട്ടാണ് നമ്മൾ പോകുന്നത്. നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. ഗായ്സ് കണ്ടോ, അവിടെ നിന്നിട്ട് വല വീശുന്നുണ്ടോ? ഇത് ഞാൻ ക്ലീനാക്കാൻ ഭയങ്കര മെനക്കേടായില്ലേ വീശി കഴിഞ്ഞിട്ട്. അതിനകത്ത് എന്തോ കരട്ടി സംതിങ് അങ്ങനെ എന്തോ ഉണ്ട്, നമുക്ക് നോക്കാം. ചേട്ടന് നേരത്തെ ഞൊട്ടനൊക്കെ കിട്ടിയെന്ന് പറഞ്ഞു, കിറ്റിനകത്താന്ന് തോന്നുന്നു. നമുക്ക് ഇത് കഴിഞ്ഞിട്ട് അതിനൊന്ന് കാണാം. അതിനകത്ത് കാര്യമുണ്ട് കേട്ടോ, മറ്റേ മുഷിയ കണക്ക് ഇരിക്കത്തില്ലേ, അതാ കാരി. ഇതാ കാരി. പിന്നെ ഒരു കരട്ടി എന്തോ ഉണ്ട് ഇവിടെ. കരട്ടി എന്ന് പറയുന്നത് ചിലയിടത്തൊക്കെ മറ്റേ എന്താ കറുപ്പ് അങ്ങനെ എന്തോ ഒരു ഇതാ. ഇതിന് കൊമ്പൊക്കെ ഉണ്ട്. കൊമ്പ് കൊണ്ട് കഴിഞ്ഞാൽ ഭയങ്കര സീനാണ്. കൊമ്പ് ഒടിച്ചിട്ടാ എടുക്കുന്നത്. എന്താണ് ഇതാ ഞാൻ പറഞ്ഞ കരട്ടി. ഇതിന് വേറെ ചില സ്ഥലങ്ങളിൽ വേറെ പേരുകളൊക്കെയാ പറയുന്നത്. കരട്ടി അത്യാവശ്യം വലുതാ കേട്ടോ, കുറച്ച് വലുതാ. മറ്റേ കാരി ചെറുതാ.
കാര്യം ഇതിനെക്കാട്ടിലൊക്കെ വലുതാവുന്നയാ. ഈ കരട്ടിയും അത്യാവശ്യം നല്ലോണം വലുതാവുന്നയാ. ഇപ്പൊ കിട്ടിയേക്കുന്ന ഒരു മീഡിയം ടൈപ്പിലുള്ള ഒരു ഇതാ. ഇതാ നേരത്തെ ആ ചേട്ടന് കിട്ടിയ ഈ നൊട്ടൻ എന്ന് പറഞ്ഞില്ലേ, ഇത് ഈ വരാലിന്റെ കുഞ്ഞിന് പറയുന്നത് നൊട്ടൻ എന്ന്. എന്നുവെച്ചാ കുഞ്ഞുങ്ങളെന്ന് പറയുമ്പോ ചെറിയ വരാലില്ലേ, അതിന് പറയുന്നയാ. പിന്നെ എന്തോ മറ്റേ സുലോപ്പിയോ അങ്ങനെ എന്തോ ഇത് കിടപ്പം. ഇത് ഏതാ കേട്ടാ മീന് ആ ചെറുത്? ആ പരല കേട്ടോ ഗായ്സ്. അങ്ങനെ നമ്മള് വീഡിയോ എല്ലാം എടുത്ത് തിരിച്ച് വീട്ടിൽ വന്ന് വീഡിയോ എഡിറ്റ് ചെയ്തോണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് നമുക്കൊരു കാര്യം മനസ്സിലായത്, വീഡിയോ വൈൻഡ് അപ്പ് ചെയ്തിട്ടില്ല. അതാ ഇവിടെ നിന്നിട്ട് ഇപ്പൊ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അവിടെ വെച്ച് വീഡിയോ വൈൻഡ് അപ്പ് ചെയ്തതായിട്ട് എൻ്റെ ഒരു ഓർമ്മ. എന്തോ വെച്ചെന്ന് അറിയത്തില്ല, ഡിലീറ്റ് ആയി പോയതോലോ ആയിരിക്കണം, എന്തോന്ന് അറിയത്തില്ല. അത് വിട്ടേക്ക് ഗായ്സ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കും. ഇതേപോലുള്ള വീഡിയോസ് വേണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യും. നമുക്ക് ഇതേപോലുള്ള വീഡിയോസ് പിന്നെയും ചെയ്യാം. ഇതിനെക്കാട്ടി വെറൈറ്റി ആയിട്ട് നമുക്ക് ബോട്ടിലൊക്കെ പോയിട്ട് വെറൈറ്റി ആയിട്ടുള്ള വീഡിയോസ് ആയിട്ട് തരാം. നിങ്ങൾ ഇതേപോലുള്ള വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തേക്കും കേട്ടോ ഗൈസ്. അപ്പം ഈ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ള. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെല്ലൈക്കണോടെ നിൽക്കുക. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. അതുവരേക്കും ബൈ.